ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദാണ്ട് ഈയുടെ സാമ്പാറും അവിയലും ഒക്കെ വെച്ചതിൻ്റെ ബാക്കി വന്ന പടവലങ്ങയായിട്ട് ഒരു അരമുറി പടവലങ്ങ, അതിനെ നമുക്ക് ഈ തുമരപ്പരിപ്പും കൂടി ഇട്ടിട്ട് ഒരു കറി വെക്കാം കേട്ടോ. ചോറിനൊക്കെ നല്ലൊരു ഒഴിച്ചു കറിയാണേ. അപ്പോൾ അതാ ഞാൻ പരിപ്പൊക്കെ ഒന്ന് കഴുകി വാരി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ലേശം മഞ്ഞൾപ്പൊടി ഒക്കെ കൂടി ചേർത്തിട്ട് ഇതിനെ ഒന്ന് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു മീഡിയം വേവാകുമ്പോൾ വേണം നമ്മൾ പടവലങ്ങ ചേർത്ത് കൊടുക്കാനേ. അതൊന്ന് വേവുന്ന സമയം കൊണ്ട് ഞാൻ എന്താ പടവലങ്ങയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയും ഒരു പച്ചമുളകും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പരിപ്പ് ഒത്തിരി വെന്ത് പോകണ്ട, ഒരു മീഡിയം വേവ് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സമയത്ത് വേണം നമ്മൾ ഈ പടവലങ്ങയൊക്കെ ചേർക്കാനേ. പടവലങ്ങയ്ക്കൊന്നും അധികം വേവില്ലല്ലോ, ആവി തട്ടുമ്പോൾ തന്നെ ഇതങ്ങ് വേവും. അതുകൊണ്ട് പരിപ്പ് പകുതി വേവായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാണ്ട് നമ്മുടെ പരിപ്പൊക്കെ ഒന്ന് പകുതി വേവായിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ലേശം ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് പടവലങ്ങയും സവോളയും എല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഇനി അവിടെ ഇരുന്നൊന്ന് വെന്ത് വരട്ടെ. നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു പിടി തേങ്ങായും 2 വെളുത്തുള്ളിയും ഒരു നുള്ളു ജീരകവും ഒരു നുള്ളു മുളക് പൊടി എല്ലാം കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണേ. ഇതാ ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. താണ്ടെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയായി. അപ്പം അന്നേരത്തേക്ക് നമ്മുടെ ഈ പടവലങ്ങയും പരിപ്പും ഒക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം കേട്ടോ. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ച് ചേർക്കാവേ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.